ശരിക്കും നൈനയ്ക്ക് എങ്ങനെയാ വിവാഹ ജീവിത സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? സങ്കല്പങ്ങളൊന്നുമില്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ പാഷനെ സപ്പോർട്ട് ചെയ്യണ ഒരാളായിരിക്കണം. അതായത് ഞാൻ എന്താന്ന് മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ നോക്കുന്നത്. ഈ വിഷ്ണുവേട്ടനെ പോലെ കുറച്ച് ദേഷ്യമുള്ള കൂട്ടായ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാവും. ഇല്ല, എനിക്ക് കുറച്ച് കൂളായിട്ടുള്ള, കുറച്ച് എന്താ കമ്പനി ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടം. അത്ര മെച്ചേർഡ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് പറ്റൂല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അപ്പൊ എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരാളെ പറ്റത്തില്ല. പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, കുട്ടിയുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ടുള്ള ഒരാള് വേണം. അതെ, ഇപ്പൊ ആരും ഇല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ആവും. അതെ, നല്ല എന്താ പറയാ, കൂൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും സന്തോഷം. അത്രയും സന്തോഷം. അല്ല, ഞാനിപ്പോ കല്യാണം ഒന്നും കഴിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത്, ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ നമ്മള് ഡെയിലിയോട് നമുക്ക് ശരിയാവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാലോ എന്ന് വെച്ചിട്ടാ. അല്ല, കുറച്ചാളൊക്കെ ഫ്രീ ആയിട്ട് നടന്നിട്ട് മതി, എന്തിനു ധൃതി അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരണം. നിങ്ങൾ രണ്ടുപേരും ഉള്ള. അതെ, രണ്ടുപേരും കൂടി. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് എന്തായിരിക്കും അറിയോ? നൈന അന്ന് പറഞ്ഞ പോലെ കൂൾ പേഴ്സൺ ആണോ എന്ന് ഞാൻ ചോദിക്കും. അതെനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഇനിയിപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കൂടി. അതെ, അങ്ങനെ പറയണം. ഇപ്പൊ നമ്മൾ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു റൗണ്ട് അങ്ങ് തരട്ടെ. ഓക്കെ. ഇപ്പൊ നമ്മള് സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു റൗണ്ടില്ല, വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. ഒന്നെന്ന് വെച്ചാല്, നൈന ഇനി കല്യാണമൊക്കെ കഴിക്കുമ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഒരുമിച്ചിരുന്ന് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഏതാ? പാർട്ട്ണറുടെ കൂടെ, ലൈഫ് പാർട്ട്ണറുടെ കൂടെ. അതേതെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫിലിം ആയിരിക്കും. അത് ആ സമയത്ത് എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും കാണുന്നത്. ശരിക്കും ഇപ്പൊ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാ? എനിക്ക് ഹൃദയം ഇഷ്ടം, പക്ഷെ അത് കാണുമ്പോ വിഷമം വരും. അതെ, പാവല്ലേ? അതെ. അപ്പൊ ഇനിയിപ്പോ പുള്ളിക്കാരന്റെ കൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഹൃദയ ആയിരിക്കും. ഈ ഹൃദയം ഇഷ്ടപ്പെടാൻ കാര്യം? അത് റൊമാൻറ്റിക് ഫിലിമാണ്. അതിൽ പ്രണവ് മോഹൻലാലിന് ഇഷ്ടമാണോ? ഇഷ്ടാണ്. ഫാൻ ഗേൾ ആണോ പ്രണവ് മോഹൻലാലിന്റെ? ഇഷ്ടാണ്, പക്ഷെ ഭയങ്കര ഫാനാണോ ചോദിച്ചാ അങ്ങനെയല്ല. വളരെ ആത്മാർത്ഥതയോട് കൂടി കുട്ടി പറഞ്ഞ ഒരു മറുപടിയാണ്. അത്ര ഫാൻ ഗേൾ ഒന്നും അല്ല, പക്ഷെ ഇഷ്ടമാണ്. എനിക്ക് ആ സിനിമയോടാ കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഇനി അടുത്തത്, ഒരുമിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം? എനിക്ക് തായ്ലൻഡ് ഇഷ്ടാ, ബാലി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അതെന്താ ബാലി ഇഷ്ടപ്പെടാൻ കാര്യം? എനിക്ക് ആ ഗ്രീനറി ഒക്കെ ഭയങ്കര ഇഷ്ടാ, ബാലി പോവാനായിട്ട്. പിന്നെ മറ്റേ സ്വിങ് ഇല്ലേ, ഇങ്ങനെ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. സത്യം, എനിക്ക് ഭയങ്കര ഇഷ്ടാ ചെയ്യാനായിട്ട്. പക്ഷെ എന്റെ കൂടെ ആരും വരത്തില്ല. ഇതുവരെ എന്തെങ്കിലും ചെയ്ത ഒരു സാഹസികമായ സംഭവം?